Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന നീർദോശയാട്ടോ, അല്ലെങ്കിൽ പുളിപ്പിക്കാത്ത ദോശ. ഇത് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാട്ടോ. ഞാൻ പറയുന്ന ആ ഒരു മെത്തേഡിൽ ഇത് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നല്ല നൈസായിട്ടുള്ള ദോശ നമുക്ക് കിട്ടും കേട്ടോ. ഇത് നമുക്ക് മുട്ടക്കറി, ചിക്കൻ കറി അല്ലെങ്കിൽ വെജിറ്റബിൾ സ്റ്റൂ അതിൻ്റെയൊക്കെ കൂടെ കഴിക്കാനൊക്കെ നല്ലതാട്ടോ. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് 3/4 കപ്പ് പച്ചരി വെള്ളത്തിൽ കുതിർത്ത് വെച്ചത് കേട്ടോ. അപ്പോൾ ഇത് ഒരു ഓവർനൈറ്റോ അല്ലെങ്കിൽ 8 മണിക്കൂറോ കുതിർത്ത് വെക്കണം. ഞാനിത് ഓവർനൈറ്റായിട്ടോ കുതിർത്ത് വെച്ചിരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് കഴുകിയിട്ടാട്ടോ കുതിർക്കാൻ വെച്ചിരുന്നത്. ഇത് 3 പ്രാവശ്യം കഴുകിയതിന് ശേഷമായിട്ടോ ഇതുപോലെ വെള്ളം ഒഴിച്ച് വെച്ചിരുന്നത്. ഇനി ഇത് നമുക്ക് ഒന്നും കൂടെ ഒന്ന് കഴുകിയെടുക്കാം. ഇത് ഞാൻ ഒരു പ്രാവശ്യം കൂടെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ വെള്ളമൊന്നുമില്ല കേട്ടോ. ഇതിനി ഒരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയാണ്. ഉപ്പ്, 1/2 കപ്പ് തേങ്ങ, ഫ്രഷ് തേങ്ങ കേട്ടോ. അപ്പോൾ ഞാനിത് കപ്പിലിങ്ങനെ നികത്തിയാണ് എടുത്തേക്കുന്നത്. പച്ചരി എടുത്തപ്പോഴും അതുപോലെ തന്നെ നികത്തിയായിട്ട് എടുത്തേക്കണം. ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്തേക്കുന്ന പച്ചരിയാണ്. പച്ചരിക്ക് വരെ നമുക്ക് പൊന്നിയരി യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പറയാൻ മറന്നുപോയി. ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാം കേട്ടോ. ഞാനിതിലേക്ക് 1/2 കപ്പ് വെള്ളമാട്ടോ ചേർത്തേക്കുന്നത്. ഇനി ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒട്ടും തരിയില്ലാതെയാണ് അരച്ചെടുത്തേക്കുന്നത്. ഇത് കണ്ടോ, ഒട്ടും തരിയില്ല കേട്ടോ. നല്ല ഫൈനായിട്ടാണ് അരച്ചെടുത്തേക്കുന്നത് കേട്ടോ. ഇതിനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിട്ട് കുറേ ലൂസാക്കി എടുക്കണം. ഞാൻ മിക്സിയുടെ ജാറ് കഴുകിയെടുക്കണേന്. അപ്പോൾ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടാട്ടോ കഴുകിയെടുക്കുന്നത്. ഇനി ഇത് ഈ മാവിലേക്ക് ഒഴിക്കാം കേട്ടോ. ഇത് നമുക്കൊരു വെള്ളം കണക്ക് നല്ലപോലെ ലൂസാക്കി എടുക്കണം. അപ്പോൾ ഞാൻ എത്ര വെള്ളം ഒഴിച്ചു എന്ന് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അരയ്ക്കുന്ന സമയത്ത് ഞാൻ 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഒഴിക്കുന്നത് മിക്സിയുടെ ജാറ് കഴുകിയെടുത്ത വെള്ളം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മിക്സിയുടെ ജാറിൻ്റെ അകത്ത് എന്തായാലും കുറച്ച് മാവൊക്കെ പറ്റിയിരിപ്പുണ്ടാവും. അത് വെറുതെ കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ എടുക്കണേന് ഇതിപ്പോൾ 1 കപ്പ് വെള്ളമാണ്. 250 ml കപ്പാട്ടോ. വെള്ളം ഒഴിക്കുന്നതനുസരിച്ചിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കട്ടിയുണ്ട്. ഒരു കപ്പും കൂടെ വെള്ളം ചേർക്കും കേട്ടോ. ഇത് മതിയാവും കേട്ടോ. അപ്പോൾ ഈ മാവിൻ്റെ അകത്തേക്ക് ഇപ്പോൾ ഞാൻ ടോട്ടൽ ഒഴിച്ചേക്കുന്നത് 2.5 കപ്പ് വെള്ളം കേട്ടോ. അപ്പോൾ ഞാൻ അരയ്ക്കാൻ നേരത്ത് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. 250 ml 1 കപ്പാണ്. അങ്ങനെ 2 കപ്പ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ അതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഇതാണ്. എടുത്തു കഴിഞ്ഞാൽ തവിയുടെ പുറം നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ നൈസായിട്ട് ഒരു ലൈറ്റ് പാട പോലെ വരാൻ പാടുള്ളൂ കേട്ടോ. ഇനി ഇത് വെച്ചേക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് ഇപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കി തുടങ്ങാം. ഇനി ഇത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചുട്ടെടുക്കുമ്പോൾ ഇതിൻ്റെ ചൂട് ഒരു മീഡിയം ഹീറ്റിലായിരിക്കണം. ഭയങ്കര ഹൈ ചൂടാകരുത്. അതുപോലെ ഒത്തിരി ചൂട് കുറഞ്ഞും പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഈ നമ്മൾ നീർദോശ എന്ന് പറഞ്ഞതിനകത്ത് നിറച്ച് നല്ല ഹോൾസ് വരണം. അപ്പോൾ നല്ല ഒരു മീഡിയം ഹീറ്റിലാണെങ്കിലും മാത്രമേ നമുക്ക് അതുപോലെ നമുക്ക് ആക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി ഈ തവയിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഒന്ന് തൂത്ത് കൊടുക്കണം കേട്ടോ. ഇത് ചിലപ്പം ഇളകാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. ഇനി ഒഴിക്കുന്ന സമയത്ത് ഈ മാവ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം വേണത് ഒഴിക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ എല്ലാം കൂടെ അടിഞ്ഞിരിക്കുമായിരിക്കും കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ ഗ്യാപ്പൊക്കെ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് അടച്ചു കൊടുത്തേക്ക് കേട്ടോ. കുറച്ച് മാവ് ഒഴിച്ചിട്ട് ഇനി ഇതൊരു 1 മിനിറ്റ് നേരത്തേക്കൊന്ന് അടച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ഇത് അടച്ചു വെക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് പെട്ടെന്ന് തന്നെ വെന്തും വരും. എന്ന് വെച്ചാൽ നമ്മൾ ഈ അപ്പം തിരിച്ച് മറിച്ചിട്ടിട്ടൊന്നും ചുട്ടെടുക്കുന്നില്ല. അതുകൊണ്ടാട്ടോ ഇതുപോലെ ഇങ്ങനെ അടയ്ക്കുന്നത്. ഇങ്ങനെ അടയ്ക്കുകയാണെങ്കിൽ മുകൾ വശം പെട്ടെന്ന് തന്നെ ഒന്ന് വെന്ത് വരും. ഇതിപ്പോൾ 1 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മൂടി മാറ്റാം. മാവ് ഒഴിച്ചതിന് ശേഷം ഇത് തീയൊന്നും കൂട്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇത് ചെറിയ ഒരു മീഡിയം ഹീറ്റിൽ തന്നെ കിടന്നിട്ട് ഇത് വെന്ത് വന്നിച്ചാൽ മതി കേട്ടോ.
ഇതിപ്പോൾ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് സൈഡൊക്കെ ഇങ്ങനെ ഇളകി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ദോശ ചുട്ടെടുക്കുന്ന പോലെ പെട്ടെന്ന് ആകത്തില്ല, കുറച്ച് താമസമുണ്ട് കേട്ടോ ഇത് വെന്ത് വരാനായിട്ട്. ഇനി ഇതിങ്ങനെ പതുക്കെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഭയങ്കര കനം കുറവല്ലേ, അപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാട്ടോ. ഇനി ഇത് നമുക്കൊന്നിങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാം. ഇത് കണക്കാട്ടോ. നല്ലൊരു നെറ്റ് പോലെയുണ്ട്, നല്ല ഹോൾസൊക്കെ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതെടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മൾ മറ്റേ ദോശയൊക്കെ എടുക്കുന്ന പോലെ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ. അത് നമ്മളിത് കുറച്ച് സമയം ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഇന്നത്തെ വെള്ളത്തിൻ്റെ കറണ്ട് കുറഞ്ഞു വരും കേട്ടോ. അപ്പോൾ ഇത് മാവ് കുറച്ച് കട്ട് ചെയ്ത് തുടങ്ങും. അപ്പോൾ അതിനകത്ത് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഇങ്ങനത്തെ അപ്പം ഞാൻ കൂടുതലും കണ്ടേക്കുന്നത് മലപ്പുറം ഭാഗത്താട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ വന്ന ശേഷമാണ് ഞാൻ ഇങ്ങനത്തെ ദോശയും കണ്ടേക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലൊന്നും ഇങ്ങനത്തെ അപ്പം ഉണ്ടാക്കാറില്ല. ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കുന്നത് മമ്മി ഉണ്ടാക്കാറില്ല, എൻ്റെ അമ്മച്ചി ഉണ്ടാക്കുന്ന ഞാൻ കണ്ടേക്കുന്നത് എങ്ങനെയാ വെച്ചാൽ അത് അരിക്കകത്തോട്ട് തേങ്ങയും ജീരകവും കൂടെ ചേർത്തിട്ട് അരകല്ലയിലിട്ട് അരച്ചെടുക്കും. ഫൈനല്ല, കുറച്ച് തരിയൊക്കെ ഉണ്ടാവും. അങ്ങനെ അരച്ചെടുത്തിട്ട് ഇതുപോലെ നമ്മൾ തട്ടുദോശയൊക്കെ ഉണ്ടാക്കത്തില്ലേ, അത് കൂട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിപ്പോൾ മൂത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫോൾഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ നീർദോശ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന മുട്ടക്കറി കേട്ടോ, തേങ്ങാപ്പാൽ ഒഴിച്ച മുട്ടക്കറി കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. ഞാനപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്തൊക്കെ ആട്ടോ ചെയ്തേക്കുന്നത്. അന്ന് മമ്മിയാണ് ആ വീഡിയോ ചെയ്തേട്ടോ. അന്ന് ആദ്യമായിട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് അതിൻ്റേതായ അപാകതകളൊക്കെ അതിൻ്റെ തൊണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് കഴിച്ചു നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നീർദോശയാണ്. ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് ക്രിസ്പി ആയിരിക്കും, പിന്നെ ഇത് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആവും കേട്ടോ. കറി ഒഴിച്ചു നോക്കാം. ഇത് ഉരുളക്കിഴങ്ങും മുട്ടയും ചേർത്തിട്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ചു നോക്കട്ടെ. ഈ കറി നല്ല ടേസ്റ്റുള്ള കറി കേട്ടോ. ഇത് മമ്മിയുടെ സ്പെഷ്യൽ കറിയാണത്. അപ്പം നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഈ കറിയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ അത് നോക്കിക്കോളൂ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.